അങ്ങനെയാണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നത്. അന്നേരം സാറിന്റെ പാരഗൺ എന്ന് പറയുന്നത് അച്ഛനും ഒക്കെ തുടങ്ങിയിട്ടുള്ള സാധാരണയായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. പണ്ടന്ന് ഞങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. പിന്നെ അത് അച്ഛൻ ചില ഇഷ്യൂസൊക്കെ വന്ന് പിന്നെ വളരെ മോശമായി. അച്ഛൻ മരിച്ചു. ഞാൻ ചെറിയ ഏജിൽ തന്നെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. മേ ബി ബിക്കോസ് ഓഫ് ദ പ്രഷർ ആൻഡ് സ്ട്രെയിൻ ഓഫ് ദിസ് ഇൻഡസ്ട്രി. ഞാൻ മദറാണ് ഇത് ഏറ്റെടുത്തപ്പോൾ. അച്ഛൻ മരിച്ചപ്പോൾ നിർബന്ധമായിട്ട് എന്നെ ഏൽപ്പിക്കണം എന്നുള്ള ഇതിൽ അച്ഛൻ മരിക്കുമ്പോൾ ഇപ്പോൾ ബിസിനസ് നല്ല ഷേപ്പിലായിരുന്നില്ല. അല്ല, വളരെ അതുകൊണ്ടാണ് അറ്റാക്ക് വന്ന് മരിക്കാൻ തന്നെ കാരണം. ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഫിനാൻഷ്യൽ സ്ട്രെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ മദർ ഏറ്റെടുത്തു. എനിക്ക് ചെറിയ സിസ്റ്റർ ഉണ്ട്, വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവരന്ന് ചെറിയ ഏജാണ്. അപ്പോൾ ഇങ്ങനെ പല ഉത്തരവാദിത്വമുണ്ട്. അവരെ മാരേജ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ പറയുന്ന മാതിരി പല ചെറിയ ചെറിയ കടബാധ്യതകൾ. നമ്മുടെ ജീവനക്കാരും വളരെ സർവീസിലുള്ള ജീവനക്കാർക്ക് അവരെ കോമ്പൻസേഷനും ഗ്രാറ്റുവിറ്റിയൊക്കെ കൊടുത്ത് പിരിച്ചുവിടാനുണ്ട്. പഴയ ബിൽഡിംഗ് ആണ്, അതിൻ്റെ പകുതി ജന്മമുണ്ട്, പകുതി ജന്മമില്ല. അപ്പം ഇങ്ങനെ പല സാഹചര്യമായിട്ടുള്ളൊരു വല്ലാത്ത മോശം അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അവിടുന്ന് അത് നന്നാക്കിയെടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്കിങ്ങനെ പല ഇതിലേക്കാണല്ലോ. അവസാനം ഒരു കെട്ടെത്തി, വെദർ ഐ ഹാവ് ടു ഡു ഓർ ഡൈ എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. അപ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ കടങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നും ഇത് റിക്കവർ ചെയ്ത് നിർബന്ധിതമായി എടുക്കേ പറ്റും. അപ്പം ഞാനീ പറയുന്ന സിനിമയും മറ്റേ പലതുമൊക്കെ കാണുന്ന ആ ഒരു കഴിവ് ഇതിൽ പ്രൂവ് ചെയ്യണമല്ലോ. നാളെ ഇപ്പം നമുക്കൊരു ലിറ്ററേച്ചറിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കഥയെ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ പറയാനുള്ള അർഹത എന്താണെന്നുള്ളത് നമ്മളെ ഇറങ്ങിയ ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഫീൽഡിൽ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാലല്ലേ ഞാനൊരു ഹീറോ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ.